ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല ചടപ്പാട്ടോ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് എനിക്ക് മറന്നു പോകുന്നു വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്കൂളില്ല രുക്കുമണിക്ക്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യാൻ വിചാരിച്ചു. എത്രത്തോളം സക്സസ് ആവും എന്നറിയാതെ തുടങ്ങി വെച്ച വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഹെയറിൽ നല്ലോണം ഓയിൽ അപ്ലൈ ചെയ്ത്, സാധാരണ രുക്കുമണിക്ക് പോകാനും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുളിച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടി കഴിച്ചിട്ട് വരിക ചെയ്യാറ്. ഇന്നിപ്പോൾ ഇതാ ഹെയറിൽ നല്ലോണം ഓയിൽ ഒഴിച്ചു. പിന്നെ ഫേസിൽ കേർഡും ഹണിയും കോഫി പൗഡറും കൂടി ഉള്ളൊരു ഇതാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് എനിക്ക് എപ്പോഴും എവിടെയെങ്കിലും പോകുന്നതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെയ്യും. നല്ലൊരു ഷൈനിങ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേഷ്യൽ ഹെയർസും റിമൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഒരു പ്രത്യേക ഗ്ലോ വരും. അപ്പം ഞാൻ അത് തേച്ചിട്ട് ബാക്കി പരിപാടീസ് ചെയ്യാൻ വിചാരിച്ചു. എനിക്ക് കുറച്ച് സാധനങ്ങൾ, ഇപ്പം കുറച്ച് പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചാലേ ഉള്ളൂ കുളിക്കാൻ കയറാൻ പറ്റുള്ളൂ. വിളക്ക് കഴുകാനും അങ്ങനെ കുറച്ചധികം പരിപാടിയുണ്ട്. കുളിച്ച് കഴിഞ്ഞാൽ കഴുകാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കുളിക്കുന്നതിന് മുന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം തലയിൽ എണ്ണയുണ്ടാവും. ഈ ഫേസ് പാക്ക് ഉണങ്ങാനും നമുക്കൊരു ടൈം കിട്ടുമല്ലോ. ആദ്യമൊക്കെ ഞാൻ എപ്പോഴും കുറച്ച് നേരം പച്ച ഫേസ് പാക്ക് ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞ ഉണ്ടാവും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഹെയറിലും ഫേസിലൊക്കെ ചെയ്യുന്ന ആളാട്ടോ. ഇപ്പം എനിക്ക് ഒന്നിനും ടൈം കിട്ടില്ല. കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. വീട്ടിലെ ഈ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് രാത്രി പെട്ടെന്നാവുന്നുണ്ട്. ഞാൻ ഒരു ഭാഗത്തു നിന്നൊക്കെ ഒതുക്കി വരുമ്പോൾ രുക്കുമണി മറ്റേ ഭാഗത്ത് ഫുൾ വൃത്തികേടാക്കുന്നതിനോണ്ട് ഒരു റെസ്റ്റ് ഇല്ലാതെ പണിയാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് മാറിയതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രഗിളിങ് ആണ്. പിന്നെ ചെയ്ത് ഞാൻ ഓക്കെ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഫേസ് പാക്ക് നല്ലോണം ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ കോഫി പൗഡർ കുറച്ച് തരിയുള്ള കോഫി പൗഡർ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പം നല്ല എന്താ പറയുക, തണുത്ത വെള്ളത്തിൽ ഫേസ് കഴുകാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ മുട്ടിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതേപോലെ നെക്കിലും. എനിക്ക് നെക്കിലൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, ഇപ്പം നല്ല രീതിക്ക് കുറവുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് മുട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും, എനിക്ക് നല്ലോണം ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു, ഇപ്പം നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്തൊക്കെ കുറച്ച് തരിയുള്ള കോഫി പൗഡർ ആകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഡ്രസ്സിലാവുന്നതും തറയിലാവുന്നതും നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ മാക്സിമം എന്താ പറയുക കെയർ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുക. കാരണം ഞാൻ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഉരുട്ടി തേച്ച് ഞാൻ ആ വഴിക്ക് പോകും, പിന്നെ അമ്മ ക്ലീൻ ചെയ്യാൻ നടക്കണം. പക്ഷേ ഇതിപ്പോൾ ഞാൻ തന്നെ ചെയ്യണം. പിന്നെ ഒരിത്തിരി മധുരം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവിടെ നിറയെ ഉറുമ്പായിരിക്കും. പിന്നെ ഇങ്ങനെ ബോട്ടിലിൽ വെള്ളമാക്കിയിട്ട് ഇപ്പം കുറേ വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫുഡാണെങ്കിലും നല്ലോണം കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ലോസ് പെട്ടെന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റൂലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുറേശ്ശെ കൺട്രോൾ ചെയ്ത് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഫുഡ് കൺട്രോളിങ് പറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളം കുടിച്ച് വയറെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ വലിയ വിശപ്പുണ്ടാവില്ല. പക്ഷെ രാവിലെ വെറും വയറ്റിൽ കുറേ വെള്ളമൊന്നും കുടിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ഇപ്പോഴും അപ്പോഴും എനിക്ക് ഛർദ്ദിക്കാൻ വരും. മാക്സിമം എന്താ പറയുക, ഒരു ഡേ കംപ്ലീറ്റ് ആകുമ്പോൾ അത്യാവശ്യം വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ രാവിലെ തന്നെ ഒരു കുപ്പി വെള്ളം 2 കുപ്പി വെള്ളം ഒന്നും കുടിക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ തന്നെ രുക്കുമണിക്കും ഭർത്തൂനും എനിക്കും ഓരോരോ കോഴിമുട്ട പുഴുങ്ങിയിട്ടുണ്ട്. രുക്കുമണിക്കൊരു പഴം പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രീൻ ടീ ആണ് രാവിലെ. ഞാനിപ്പോൾ ചായ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തിട്ടുണ്ട് വീട്ടിലത്തെ കേട്ടോ. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചെന്ന് വരും. അപ്പം ആരെങ്കിലും ചായ സോറി ഞാൻ ഷുഗർ കട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലെവലിൽ നോട്ടും കാര്യങ്ങളൊക്കെ ആയപ്പം ഞാൻ പുറത്തുനിന്നൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കും. പക്ഷേ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അപ്പോൾ ഗ്രീൻ ടീയിൽ ഞാനൊരു ഇത്തിരി തേനിടും കേട്ടോ. മറ്റേത് വല്ലാത്ത ചവർപ്പായതുകൊണ്ട് തന്നെ ഞാനൊരു ഇത്തിരിയൊക്കെ ആഡ് ചെയ്തിട്ട് കുടിക്കും. അത് വലിയ കുഴപ്പമില്ലാതെ ഒരു അരിഷ്ടം കഷായത്തിൻ്റെ ടേസ്റ്റിൽ അങ്ങോട്ട് കുറേശ്ശെ സിപ്പ് ചെയ്തിട്ട് കുടിക്കും കേട്ടോ. അപ്പം ഗ്രീൻ ടീ നല്ലതാണെന്നും പറയുന്നുണ്ട്, നല്ലതല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ലതായി തോന്നി, അതുകൊണ്ട് ഞാൻ ഗ്രീൻ ടീ കുടിക്കും കേട്ടോ. പുറത്തോനും രാവിലെ ഗ്രീൻ ടീ ആണ്. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വയറുകാളിച്ചും വിശപ്പൊക്കെ വരും. അപ്പം ഗ്യാസ് കയറാണ്ടിരിക്കാനും പിന്നെ അത്യാവശ്യം വിശപ്പൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കാനും ഞാനൊരു ഓവർനൈറ്റ് ഓട്സും ആക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ കഴിക്കും. അപ്പോൾ ഈ ഗ്രീൻ ടീ ചൂടോടെ കുടിക്കുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ. അപ്പം മധുരമില്ലാത്ത കട്ടൻ ചായ ഒക്കെ കുടിക്കുന്ന പോലെ തന്നെ ഞാൻ അത് ആസ്വദിച്ച് കുറേശ്ശെ കുടിച്ച് തീർക്കും. പിന്നെ ഒരു 20 മിനിറ്റ്സിൽ നമ്മളെ ഫേസിലിട്ട ഇതൊക്കെ ഒന്ന് ഞാൻ കഴുകി കളയും കേട്ടോ. കാരണം ഒരു 20 മിനിറ്റ്സിൽ തന്നെ നമ്മളെ സ്കാൽപ്പിലേക്കാണെങ്കിലും ഫേസിലേക്കാണെങ്കിലും അബ്സോർബ് ആവേണ്ടതൊക്കെ അബ്സോർബായിട്ട് ഇതാവും. കൂടുതൽ വെക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ ഞാൻ ഹെയർ ഓയിൽ തലയിൽ തേച്ചിട്ടുണ്ട്.
അത് പിന്നെ കുറച്ചുകൂടി പണിയുണ്ട്, അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ചിലർ പറയും കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി കൂടുതൽ സമയം വെക്കുക, അതിൽ കാര്യമില്ല. അപ്പം ഒരു 20 മിനിറ്റ്സ് മാക്സിമം വെച്ചാൽ മതി. ഞാൻ കഴുകി കളഞ്ഞിട്ട് ഞാനുള്ള ഫേസ് കാണിച്ചു തരാം. ശരിക്കും നമ്മൾ ഈ പിഗ്മെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ, ചുണ്ടിൻ്റെ ഈ 2 സൈഡിൽ, അതേപോലെ കണ്ണിൻ്റെ താഴെ, അവിടെയൊക്കെ ശരിക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് ഉണ്ട്. രാത്രി മൊത്തം ഞാൻ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയതാണെങ്കിലും രാവിലെ ഞാനൊന്ന് വിളക്കെത്തിക്കുന്നതിന് മുന്നേ അടിച്ചു വാരി വൃത്തിയാക്കും. അപ്പം എന്നാലൊരു സമാധാനമാണ്. അപ്പം ബാക്കി പിന്നെ സാമ്പ്രാണി പോലത്തെ സാധനമുണ്ട്, അത് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ രാത്രി ഞാൻ കത്തിച്ച് വെക്കും. അപ്പോൾ കൊതുകൊക്കെ നല്ല കുറവാണ് അത് കത്തിച്ച് വെക്കുന്നത് കൊണ്ട്. അപ്പോൾ അതെന്താ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേഗം പോയി കുളിച്ച് വിളക്ക് കത്തിച്ച് ബാക്കി പരിപാടീസൊക്കെ തുടങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ വിളക്ക് കത്തിച്ച് നമ്മൾ ഐശ്വര്യമായിട്ട് അടുക്കളയിൽ കയറി ഫസ്റ്റ് കഴിക്കുക ഓവർനൈറ്റ് ഓട്സാണ്. ബാക്കി എനിക്ക് പണിയെടുക്കാനുള്ള എനർജി വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കണം. എനിക്ക് ഫുഡ് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാനിപ്പോൾ പറ്റുന്നേ ഇല്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതെങ്കിലും കഴിച്ചു കൊടുത്താലേ ഒരു എനർജി വരുള്ളൂ. അതെന്താണെന്നറിയില്ല, അതങ്ങനെയാണ്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കുറേ പേരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് മുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ വായ കൊണ്ട് തന്നെ എന്തിനാണ് വീട് മാറിയത് അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോ അത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് സാവകാശം, എനിക്ക് എല്ലാം കൂടി സെറ്റായി വരുന്നില്ല. ഇതന്നെ ഞാൻ എടുത്തു വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓൺ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രുക്കുമണിക്ക് ഞാൻ പഴമൊക്കെ കൊടുത്ത്, ഞാൻ കുളിക്കുമ്പോൾ തന്നെ രുക്കുമണീനെയും കുളിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ കുളിക്കുമ്പോൾ തന്നെ രുക്കുമണിയും കയറി വന്ന് രാവിലത്തെ പരിപാടീസൊക്കെ ഉണ്ടാവുമല്ലോ, 1, 2 കഴിയും. അപ്പോൾ തന്നെ വൃത്തിയിൽ അങ്ങനെ കുളിപ്പിച്ച് എടുക്കുക ചെയ്യുക. പിന്നെ രാവിലെ തന്നെ ഞാൻ എല്ലാ പണിയും ചെയ്ത് ഒതുക്കാൻ നോക്കും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഉച്ചയ്ക്ക് രുക്കുമണിക്ക് ചോറ് കൊടുത്ത് ഉറക്കി കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിലാണ് എനിക്ക് എൻ്റെ വർക്ക് ടൈം, വീഡിയോസ് എടുക്കൽ, അതേപോലെ തന്നെ റെസ്റ്റ് ടൈം. രുക്കുമണി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒരു 12 മണീൻ്റെ ഉള്ളിൽ എല്ലാ പണിയും ഞാൻ തീർക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ ഭർത്തുവിന് രാവിലെ ഇതേപോലെ ഗ്രീൻ ടീ ഉണ്ട്, ഓവർനൈറ്റ് ഓട്സ് ഉണ്ട്, ഒരു ഗ്ലാസ് പാൽ ചായ മധുരട്ടിട്ട് നിർബന്ധം കേട്ടോ. ഒരു നേരമെങ്കിലും മധുരം കഴിക്കണം എന്നാണ് ഭർത്തു പറയുക. അതുകൊണ്ട് തന്നെ ഭർത്തു പാൽ ചായ കുടിക്കും. പിന്നെ നമുക്ക് ഗോതമ്പ് ദോശയാണ്. കറി ഫിഷ് കറിയോ ചിക്കൻ കറിയോ, ചിക്കനും ഉണ്ട് ഫിഷും ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെക്കണം. പിന്നെ ഉപ്പേരി എന്തെങ്കിലും രുക്കുമണിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെക്കുക. അത് കഴിഞ്ഞാൽ ഞങ്ങളെ പരിപാടി കഴിഞ്ഞ് രുക്കുമണിക്ക് ഈ ചിക്കനും മീനും പൊരിച്ച് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ ഞാൻ ഭർത്തുവിനുള്ളതൊക്കെ സൈഡിലാക്കി വെച്ച് ദോശ ചൂടാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഭർത്തു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നാലെ രുക്കുമണി വരികയില്ല. പിന്നെ എല്ലാത്തിനും പപ്പ വേണം, ഫുഡ് കൊടുക്കാനും ഡ്രസ്സ് മാറ്റാനും വെള്ളം കുടിപ്പിക്കാൻ വരെ പപ്പ വേണം എന്നുള്ളതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഹോം ടൂർ, എന്തിനാ വീട് മാറിയത്, ഭർത്തുവിൻ്റെ അച്ഛനും അമ്മയും എവിടെ, നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം അതിനൊക്കെയുള്ള മറുപടി ഞാൻ തന്നെ പറയുന്നതാണല്ലോ നല്ലത്. അതിന് ഇരുന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടാനായിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ എന്തായാലും അത് തന്നെയായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. ഹോം ടൂറും ഞാൻ ചെയ്യാം. ഇനി സെറ്റായ എത്ര സെറ്റായോ അത് ഞാൻ കാണിച്ചു തരാം. ഓവർ സെറ്റാക്കാനൊന്നുമില്ല, സ്റ്റുഡിയോ സെറ്റാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വരാനുള്ള ഡിലേ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഈ ആഴ്ചയും വരുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസ് ഞാൻ കുറച്ചുകൂടി ശ്രമിക്കാം കേട്ടോ. പിന്നെ ഗോതമ്പ് ദോശയിൽ ഞാൻ ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതാകുമ്പം കുറച്ച് ക്യാരറ്റും ഉള്ളിയൊക്കെ ഉള്ളിൽ എത്തിക്കോളുമല്ലോ. ഈ ക്യാരറ്റൊക്കെ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രുക്കുമണിക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ ഞാനിത് ദോശ ചൂടാനുള്ള വലിയ ദോശക്കല്ലാണ്, അതിൽ കുഞ്ഞു ദോശ ചുടുന്നതിന് പുറത്ത് എപ്പോഴും എന്നെ കളിയാക്കും കേട്ടോ. പക്ഷെ ഞാൻ 2 പ്രാവശ്യം ഇട്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നും മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റൂലല്ലോ, അതിനൊക്കെ കുറച്ച് പണി എടുക്കണമല്ലോ, കുറച്ച് അധികം നേരം നിൽക്കണമല്ലോ. ഇന്ന് കുറേ ടൈം ഞാൻ സ്കിൻ കെയറും ഇതൊക്കെ ചെയ്തിട്ട് പോയി. അപ്പോൾ അത് കളിയാക്കിയപ്പോൾ ഞാൻ ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കുകയാണെങ്കിൽ എനിക്ക് മസാല ടീ പോലെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുള്ള ചായ കേട്ടോ ഇഷ്ടം. ഭർത്തുവിനാകുമ്പോൾ ഞാൻ വെറും ഏലക്കായ മാത്രം, ഭർത്തുവിന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എന്തും കുടിച്ചോളും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഏലക്കായ ഇടും. ഏലക്കായ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുക കേട്ടോ, അത് മാത്രം മതി. അപ്പോഴേക്ക് ഈ കല്ല് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതാ നമ്മൾ ചായപ്പൊടി ഇടുകയാണ്. ഞാൻ കുറച്ച് അത്യാവശ്യം ചായപ്പൊടി ഇട്ടിട്ട് പിന്നെ പാലിൽ മിക്സ് ചെയ്യുക കേട്ടോ ചെയ്യുക. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല.
പിന്നെ നമ്മളെ ദോശ ഇതാ ഓരോരോ ദോശയായിട്ട് ഞാൻ ചുട്ടെടുക്കുകയാണ്. രുക്കുമണിക്ക് ദോശ അങ്ങനെ മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രുക്കുമണി എടുത്ത് കഴിച്ചോളൂ അല്ലേ രുക്കുമണി? രുക്കുമണിക്ക് ദോശ ഇഷ്ടമാണോ? പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ദോശ. രുക്കുമണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ദോശയാണ്. ഞാൻ രാവിലെ ക്യാരറ്റും ഇഷ്ടമാണേ. അപ്പോൾ ഞാൻ ഗുഡ് ഗേൾ. ക്യാരറ്റ് തുപ്പൂല കേട്ടോ. ഞാൻ ഇടയ്ക്ക് രുക്കുമണീനോട് ചോദിക്കും, ഇങ്ങനെ ഭർത്തുവിനോട് ചോദിക്കും, ഇന്ന് പുട്ട് പോരെ ഭർത്തുവ? എനിക്ക് വേണ്ടമ്മേ പുട്ട്, എനിക്ക് ദോശ മതി എന്നൊക്കെ പറയും. പിന്നെ ഞാൻ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ, അമ്മ എടുക്ക് പറഞ്ഞിട്ട് ഞാൻ അറിയാത്ത പോലെ നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പണിയിലേക്ക് മാറിക്കാളും. ഇല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വാശിയായി കരച്ചിലായി. പിന്നെ ഗ്യാസുമ്മൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചായിട്ട്. അപ്പോൾ അതെനിക്ക് നല്ല ടെൻഷനാണ്. ഞാനിപ്പോൾ ചിലപ്പം ഫോണൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ കഴിയുന്നത് ഇപ്പോൾ ഫോണ് ഒഴിവാക്കിയിട്ടോ. മറ്റേ എനിക്കിങ്ങനെ ഫോണ് കണ്ടിരിക്കുമ്പോൾ വലിയ ബേർഡനായി തോന്നാത്ത പോലെ ഞാൻ പണിയെടുക്കുമായിരുന്നു. പക്ഷേ ഇവളെന്തെങ്കിലും ഒപ്പിക്കലോ എന്ന് പേടിച്ചിട്ട് ഇപ്പം ഞാൻ ഫോണും കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അപ്പം പുറത്തുനിന്ന് ഷോൾഡർ പെയിൻ ആയിട്ട് മറ്റേ ഐസിൻ്റെ എന്തോ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്. പിന്നെ ഇനി ഓവർനൈറ്റ് ഓട്സ് ഇതിൻ്റെ മേലെ തന്നെ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലെന്തൊക്കെയോ പുറത്തുനിന്ന് എന്തൊക്കെയൊക്കെയോ ഇടും, നട്ട്സോ ഡേറ്റ്സോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇട്ടിട്ടാണ് ഭർത്ത് കഴിക്കുക. ഞാൻ അധികം റോബസ്റ്റ് ഉണ്ടെങ്കിൽ റോബസ്റ്റ് മുറിച്ചിട്ട് കഴിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഭർത്ത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നേന്ത്രപ്പഴമാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നേ നേന്ത്രപ്പഴം എനിക്ക് ഞാൻ ചിലപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആവും. പക്ഷെ ഭർത്ത് എന്താണെന്നറിയില്ല, എന്തൊക്കെ കഴിച്ചാലും ജിമ്മൊക്കെ പോകുന്നതുകൊണ്ടേ ഇരിക്കും വലിയ കുഴപ്പമില്ലാതെ അതെങ്ങനെയെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതാവും. പക്ഷേ എനിക്ക് പച്ചവെള്ളം കുടിച്ചാലും തടിക്കുന്ന പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഞാൻ 1 കിലോ കൂടും. കുറയാൻ നല്ല പാടാണെങ്കിലും കൂടാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടും. പിന്നെ എല്ലാവരും 70 74 വെയിറ്റ് പറയുന്നുണ്ട്. മാക്സിമം 67 മേലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ ഇത് ഫുൾ എന്താ പറയുക നീരാണ്, അങ്ങനെ ഓവർ വെയിറ്റ് ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഫേസിലൊക്കെ നീര് വരുന്നതുകൊണ്ട് ആൾക്കാർ 70 74 പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് കാണിച്ചാൽ 67 മേലെ എൻ്റെ വെയിറ്റ് പോയിട്ടേ ഇല്ല ഇതുവരെ. ഡെലിവറി കഴിഞ്ഞിട്ടും അതിന് മുന്നേ ഒന്നും പോയിട്ടില്ല. അങ്ങനെ ഇതാ ഭർത്തുവിൻ്റെ റെസിപ്പി ഉണ്ടാക്കുകയാണ്. നട്ട്സോ കാര്യങ്ങളോ എന്തൊക്കെയൊക്കെയോ മുറിച്ചിടുന്നുണ്ട്. പിന്നെ എന്തുണ്ടാക്കിയാലും ഗണപതിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടാൾക്കും തന്നിട്ടേ ഭർത്ത് കഴിക്കുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും. ഭർത്തുവിന് മധുരം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് മാക്സിമം കൺട്രോൾ ചെയ്യെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കഴിക്കും. ഞാൻ ആദ്യം ഒരു ഡയറി മിൽക്ക് വരെ കഴിക്കാത്ത ആളായിരുന്നു. ഈ ഭർത്തുവിനെ പരിചയപ്പെട്ട് ഭർത്തു ഇങ്ങനെ ഗിഫ്റ്റ് തന്ന് അങ്ങനെയാണ് ഞാൻ ശരിക്കും ഡയറി മിൽക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ. എനിക്ക് വീട്ടിലൊക്കെ ആരെങ്കിലും കൊണ്ട് തന്നാൽ പോലും ചെറിയ പീസ് എടുത്തിട്ട് ബാക്കി വീട്ടുകാർക്ക് കൊടുക്കുന്ന സ്വഭാവമായിരുന്നു. ഇപ്പം ഞാൻ ഇൻസ്റ്റാമാർട്ടിലൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒന്നൊക്കെ മൂക്ക് വരെ കൊടുക്കാതെ കഫക്കെട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ഫുൾ സിൽക്കൊക്കെ എടുത്ത് കഴിക്കും. ആ നട്ട്സൊക്കെ വരുന്ന ഡയറി മിൽക്ക് ഉണ്ടല്ലോ അതൊക്കെ കഴിക്കും. അത്രയ്ക്ക് എനിക്കും മധുരം ഇഷ്ടമായി തുടങ്ങി. ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മധുരം കൂടുതൽ ഇഷ്ടമായി തുടങ്ങി കേട്ടോ. അതുവരെ എനിക്ക് എരിവ് പുളി ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ ഒഴിവാക്കി. നിങ്ങൾ പണ്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ മിറിണ്ട പച്ചലീസ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആളായിരുന്നു ഞാൻ കേട്ടോ. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഇപ്പം എനിക്ക് മൈസൂർ പാക്ക് ഈ ഡയറി മിൽക്ക് ഇങ്ങനെ മധുരത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പം പിന്നെ ഓരോരോ ഹോർമോണൽ ചേഞ്ചും അങ്ങനെ എല്ലാം കൂടി വന്നിട്ടായിരിക്കണം. പിന്നെ എനിക്കിപ്പം മേക്കപ്പ് പ്രൊഡക്ട്സിൽ വേറെ ഫൗണ്ടേഷൻ കാര്യങ്ങൾ അതൊക്കെ ഞാനൊക്കെ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്കിഷ്ടമില്ല. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ പല ഷെയ്ഡും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ അങ്ങനെ കുറേ വാങ്ങിച്ച് വെക്കും. പക്ഷേ ഒന്നും എനിക്ക് ചെയ്യില്ല. ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പഴയ തന്നെ യൂസ് ചെയ്യും. അതൊരു ഭ്രാന്തായി മാറിയിട്ടുണ്ട്. പിന്നെ ഇത് ഭർത്ത് വയനാട്ടിൽ നിന്നിട്ട് കൊണ്ടുവന്ന് നല്ല നാടൻ തേനാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പം ഇത് ഫുൾ മിക്സ് ചെയ്തിട്ട് ഭർത്ത് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനും തന്നിട്ടുണ്ടായിരുന്നേ. ഇത് മറ്റേ അമ്പലത്തിൽ നിന്നൊക്കെ പഴവും ഇതൊക്കെ ഇട്ടിട്ട് കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് ഒരു പ്രസാദം കിട്ടൂലേ അതിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭർത്ത് നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത്ര മധുരം ഇഷ്ടമല്ല. ഞാൻ നോർമൽ നമ്മൾ വാങ്ങിക്കുന്ന തേനുണ്ടല്ലോ അതിട്ടിട്ടാണ് മുസ്ലി ആണെങ്കിലും ഇതൊക്കെ കഴിക്കുക. ഞാൻ ഈ ഓവർനൈറ്റ് ഓട്സിൻ്റെ കൂടെ ഒരു സ്പൂണോ 1.5 സ്പൂണോ മുസ്ലിം കൂടി ആഡ് ചെയ്തിട്ടാണ് കഴിക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ഫില്ലിംഗ് ആണ്. പിന്നെ ഈ ഗ്യാസിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ അടുപ്പിന് നമ്മൾ സിമ്മിലിട്ട് കഴിഞ്ഞാൽ തീരെ ചൂട് കിട്ടില്ല, കൂട്ടിക്കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ ഞാൻ സിമ്മിലിട്ട് മെല്ലെ ആക്കുന്നതുകൊണ്ട് മറന്നു പോയാലും ദോശയ്ക്ക് കേടുപാടുകളൊന്നും പറ്റില്ല, മെല്ലെ ചൂടാവുകയുള്ളൂ.
അപ്പോൾ രുക്കുമണീൻ്റെ ഈ ഒരു ഡ്രസ്സ് ഒരു വയസ്സിലായിട്ടുള്ള ഡ്രസ്സാട്ടോ. അത് നക്ഷത്രേന്ന് അഞ്ജലി ചെയ്ത് തന്നതാണ്. ഇപ്പം വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ട് വന്നതാണ് ഈ ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞിട്ട്. ബാക്കിൽ സിബൊക്കെ പുറത്ത് എങ്ങനെയോ ആണ് കൊള്ളിച്ചത്. എന്നാലും ഇപ്പോഴും 3 വയസ്സാവാനാണ്, ഇപ്പോഴും ഇത് കൊള്ളുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. കുട്ടി വലുതാവുന്നില്ല ഗൈസ്. അപ്പോൾ പിന്നെ രുക്മണീൻ്റെ ഇപ്പം മുട്ട അടിച്ചതിന് ശേഷം വേറെ തന്നെ ഒരു ഹെയറാണ് വന്നത്. ഫസ്റ്റത്തെ 2 പ്രാവശ്യം വന്നത് നല്ല നല്ല ഹെയർ ആയിരുന്നു കേട്ടോ. ഇത് മോശമെന്നല്ല, കുറച്ചും കൂടി നല്ല ഹെയർ ആയിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഇത് ശരിക്കും ആൺകുട്ടികളെ പോലെ. ഇവിടെ യൂണിഫോം ആണെങ്കിലും ടീഷർട്ടും ട്രൗസറും ആയതുകൊണ്ട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ കാണുമ്പോൾ ചോദിക്കും, ഇത് മോൻ്റെ പേരെന്താണെന്ന് ചോദിക്കുക. അപ്പോൾ അതൊരു രസമാണ്. ഞാൻ ചിലപ്പം മോനെ ആൺകുട്ടി ആവണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കും ഇപ്പം ശരിക്കും രുക്മണീനെ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ മോൻ്റെ പേരെന്താ ഇത് തന്നെയാണ് ചോദിക്കുന്നത്. മുടി അങ്ങനെ ആയിട്ടാണ് കേട്ടോ. പിന്നെ മോള് ആരെപ്പോലെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഭർത്തുവിനെ പോലെയാണോ എന്നെ പോലെയാണോ എന്നുള്ളത്. ഭർത്തു സമ്മതിച്ച് തരില്ല ഭർത്തുവിനെ പോലെയാണ്. പക്ഷെ അധികം ആൾക്കാരും പറയും ഭർത്തുവിനെ പോലെ തന്നെയാണ് അർജുനെ പോലെ തന്നെയാണെന്ന് പറയും. പക്ഷെ ഭർത്തു പറയും എൻ്റെ അതേ മുഖമാണ് അതിനെന്ന് പറയും. അങ്ങനെ ഇതാ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്കാണ് ഞാൻ അടുത്തത് കിടക്കുന്നത്. ഞാൻ ചിക്കൻ കറിയും ദോശയാണ് കേട്ടോ. അപ്പം ചിക്കൻ കറി വെക്കാൻ വിചാരിച്ചു. 2 ദിവസം അടുപ്പിച്ച് മീനായതുകൊണ്ട് മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ കറി കുക്കറിലെല്ലാം കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുക, അത്ര തന്നെ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ മേലെ മെനക്കെടാനോ വെറൈറ്റി ഡിഷ് ആക്കാനോ ഒന്നും ഞാൻ നിൽക്കാറില്ല. എങ്ങനെ കഴിച്ചാലും ചിക്കനാണ് മെയിനായിട്ട് എല്ലാവരുടെ വയറ്റിലും പോവുക. രുക്കുമണിക്കാണെങ്കിൽ ചിക്കൻ പൊരിച്ചതൊക്കെ ആണെങ്കിലാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ പിന്നെ എന്തായാലും ഈ ചിക്കൻ കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീട്ടി വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇപ്പോൾ ദോശയോ പുട്ടോ എന്താ ആക്കുകയാണെങ്കിൽ അതിനും ഉണ്ടാവും. ഞാൻ അങ്ങനെ ഓൺ വോയിസ് ആയിട്ട് ഓരോന്ന് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒന്നും കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഓൺ വോയിസ് കൊടുക്കുന്നത്. കാരണം നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ ഈ ഷീറ്റാണ് അടുക്കള കിച്ചൺ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ശബ്ദം ഭയങ്കര ഡിസ്റ്റർബൻസാണ്. നമുക്ക് തലവേദന എടുക്കും. പിന്നെ നല്ല തണുപ്പുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ രാവിലെയൊക്കെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ എ സിയിലേക്കൊക്കെ കയറുന്ന പോലത്തെ ഫീലാണ്. ഫുൾ ഗ്രില്ലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാവും. നല്ല രസമാണ് കേട്ടോ കയറി ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് അടുക്കളയിൽ കയറുക. കാരണം നല്ല തണുപ്പ്, നമുക്ക് കാലൊക്കെ പെട്ടെന്ന് വേദനയൊക്കെ വരും, ബോഡി പെയിനൊക്കെ വരും. എനിക്ക് ഓവർ തണുപ്പടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേദനകളൊക്കെ വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെരുപ്പ് എന്തെങ്കിലും ഇട്ടിട്ടാണ് അടുക്കളയിലേക്ക് കയറുക കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ കറി ഇനി എല്ലാം മസാലയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിലിന് ചിക്കൻ കറി റെഡിയാക്കും. അത്രേ ഉള്ളൂ. പുറത്ത് നല്ല വ്യൂ ആണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് ഈ വ്യൂ ഒക്കെ കാണും. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ ബാക്ക് ക്യാമിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് കറി ആയിക്കോട്ടെ, കറിയായിട്ട് ബാക്കി കാണാം. അപ്പോൾ ഞാൻ പപ്പേൻ്റെയും മോളെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ അവിടെ അടിപൊളി ഫോട്ടോഷൂട്ട് നടക്കാം കേട്ടോ. രുക്മണി പോസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് അടിപൊളിയായിട്ട് അറിയോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഇത്തിരി അങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ലോക്ക് ഓൺ ആക്കാണ്ട് തന്നെ ക്യാമറ ഓൺ ആക്കാൻ പറ്റുമല്ലോ. അതിലപ്പം എടുത്തിട്ട് പറയും ഹലോ ഗൈസ്. പിന്നെ കുറേ ഉള്ളതായ പോസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രസമാണ്. രുക്മണി ഇപ്പം വലിയ സംസാരങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോണ്ട് ശരിക്കും നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ചിക്കൻ കറി ആയപ്പോൾ ഞാൻ ദോശയും ചിക്കൻ കറിയും കഴിച്ചിട്ടോ. രുക്മണി ഇതാ അവിടുന്ന് ഇപ്പം നഴ്സറിയിൽ നിന്ന് ഒരു സോങ് പഠിപ്പിച്ചിട്ടുണ്ട്, ടോപ്പ് ആൻഡ് ബോട്ടം. ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് പാടുന്നതാണ്. അവിടെ ഹാൻഡ് വാഷ് ഉള്ളതുകൊണ്ട് അതെടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് പാടുന്ന പരിപാടിയാണ്. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നു. ബീട്രൂട്ടും ക്യാരറ്റും ഉപ്പേരിയും നമുക്ക് ചിക്കൻ കറിയും അച്ചാറും മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പം കുറച്ച് നട്ട്സ് കഴിച്ചു. ഭർത്തുവിന് ഇതാ പാൽ ചായ ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റോ, പിന്നെ മേഘ എൻ്റെ ഫ്രണ്ട് വന്നപ്പം കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് ഇങ്ങനെ ഇതാക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ താഴെ പൂട്ടുക ചെയ്യുക, അതൊക്കെ അറിയില്ലല്ലോ. അങ്ങനെ ഇതാ രുക്മണി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഓരോന്ന് ചോദിച്ചിട്ട് പപ്പേൻ്റെ അടുത്ത് നിന്ന് ഒരു ചെറിയ തല്ല് കിട്ടിയതുകൊണ്ട് സങ്കടം തീർക്കാൻ വന്നതാണ്. പക്ഷെ എന്താ, അപ്പം തന്നെ പപ്പേനെ പോയി സോപ്പിടും. പപ്പ അതിലലിയും. പപ്പ അപ്പം തന്നെ കോംപ്രമൈസ് ആവും. അതുകൊണ്ട് തന്നെ പപ്പേനെ വലിയ പേടിയില്ല. പക്ഷെ ഞാൻ കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ കുറച്ച് സമയം അത് ഇടും. അതുകൊണ്ട് എന്നെയാണ് ഇത്തിരിയെങ്കിലും പേടിയുണ്ടെങ്കിൽ പേടിയുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് അത്യാവശ്യം തല്ല് കിട്ടും കേട്ടോ. തല്ലാത്ത അമ്മമാരുണ്ടെന്ന് എനിക്ക് തോന്നില്ല. നമുക്ക് അത്രയും നിവർത്തി കിടുമ്പോൾ ഒന്ന് നല്ലതൊന്നും കൊടുത്തു പോകുമല്ലോ. നമ്മൾ മാത്രമാകുമ്പോൾ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ഈ ഒരു മഞ്ചിൻ്റെ
ചോക്കോസൊക്കെ പോലത്തെ ഒരു സാധനമാണ്. അത് പപ്പയും മോളും മെനക്കിട്ട് തിന്നുകയാണ്. ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് മധുരം. പിന്നെ ഡെയിലി ജിമ്മിലും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ഭർത്താവ് ഒരു ബാലൻസ് പോകും. പക്ഷെ ഞാനാണിത് 2-3 എണ്ണം എക്സ്ട്രാ കഴിക്കണമെങ്കിൽ ഞാൻ നല്ലോണം തടിക്കും. പക്ഷെ ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴിച്ചിട്ടോ, എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് ഇതിലും ഇഷ്ടം ചോക്കോസ് തന്നെയാണ്. ചോക്കോസ് കുറച്ചും കൂടി അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കുള്ള ഷോപ്പിംഗ് മൊത്തം കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനും ഭർത്തും കൂടി SM സ്ട്രീറ്റിലേക്കാണ് വന്നത്. മോളെ ഞങ്ങൾ എൻ്റെ വീട്ടിലാക്കാം കേട്ടോ. പക്ഷേ ഇത് നല്ല മഴ ആയതുകൊണ്ട് മഴയത്ത് രുക്മണീനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചെറിയ പനിയൊക്കെ വന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ പ്രാവശ്യം തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ആൾക്ക് പനിയും ഇതൊക്കെ വന്നതുകൊണ്ട് ആ ട്രിപ്പ് ഞങ്ങളിതാ ട്രെയിൻ കയറുന്നതിന് മുന്നേ, എറണാകുളത്തു നിന്നായിരുന്നു ഫ്ലൈറ്റ്, എറണാകുളത്തേക്ക് ട്രെയിൻ കയറുന്നതിന് മുന്നേ പനി കൂടിയിട്ട് നമുക്ക് ആ ഒരു ട്രിപ്പ് ക്യാൻസലായതാണ്. അപ്പം ഇത് അങ്ങനെ നശിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാത്രമാണ് വന്നത്. അങ്ങനെ 2 വീലറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. രാത്രി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.